അമ്മേ, ആ തട്ടത്തിലെ കർപ്പൂരം ഭസ്മം മാറ്റണം. വെള്ളത്തിൽ നനച്ച് കളയണം. എന്താ മോനെ കാര്യം? പറയാമേ, പിന്നെ പറയാം. പൂജകളൊക്കെ ഭംഗിയാക്കി സന്തോഷത്തോടെ മടങ്ങി വരണം. സൂക്ഷിച്ച് വണ്ടി ഓട്ടിക്കണം, അത് നോക്കിയോണേ. ശരിയച്ചാ. തിരുമുൽപ്പാട് പറഞ്ഞതറിയാലോ, ശ്യാമ ഒരു വലിയ ആളാവേണ്ട കുട്ടിയാണെന്ന്. അതിനുവേണ്ടിയുള്ള അനുഗ്രഹങ്ങൾ തരാനും തൊഴുതു പ്രാർത്ഥിക്കണം. ശരിയമ്മേ. ആ, വൈകുകയാണെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഞങ്ങൾ താമസിക്കും. നാളെ തിരികെ വരൂ. അത് മതിയടാ, ധൃതി പിടിച്ച് ഓടിക്കൊന്നും വേണ്ട മോളെ, സാവകാശം വന്നാ മതി. ശരി ആദ്യേട്ടാ. ശരിയേട്ടാ. അഖിലേ, ദേ പാണ്ടി ലോറിയൊക്കെ ഒരുപാട് പോകുന്ന റോഡാ, സൂക്ഷിച്ചോണേ. ലോറി മുട്ടിയാ പപ്പടാവും കാറ്. അപ്പച്ചി, എന്താ ഇത്? അല്ല, ഞാൻ പൊതുവായൊരു കാര്യം പറഞ്ഞതാ. ഇതെന്താ മോനെ, ഇനി വൈകിക്കണ്ട, നിങ്ങൾ ഇറങ്ങിക്കോ. ഐശ്വര്യടുത്തി, ഞങ്ങൾ ഇറങ്ങുവാ. അപ്പച്ചി, പോയിട്ട് വരാം. അവിടെ നല്ല നെയ്പായസം കിട്ടും, വാങ്ങിക്കോണേ. ഏട്ടാ, പോയിട്ട് വരാം. പോയിട്ട് വാ മോളെ. അമൃതടുത്തി, എടുത്തി, ഞങ്ങൾ ഇറങ്ങുവാ. എടുത്തിയുടെ തെറ്റിദ്ധാരണകൾ മാറാൻ ഞങ്ങൾ പ്രാർത്ഥിക്കും. തെറ്റിദ്ധാരണയോ? എന്റെ ധാരണ ശരിയായ ധാരണയാ. അനുഗ്രഹം വാങ്ങാൻ വന്നിരിക്കുന്നു. എന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് പൊയ്ക്കോണം. ഓഹോ, അവര് ചെങ്കൽ ക്ഷേത്രത്തിലേക്ക് പോയി കഴിഞ്ഞു അല്ലേ? അതെ അങ്കിൾ, ചെങ്കൽ ക്ഷേത്രത്തിൽ പോയി വന്ന വീട്ടിലെ പൂജയും കഴിഞ്ഞ ഉടൻ തന്നെ താലികെട്ട. അഖില് ശ്യാമയെ കെട്ടില്ല. വലിയ ദൈവവിശ്വാസിയല്ലേ, അമ്പലവും ദൈവവും ഒക്കെ അല്ലേ വേണ്ടപ്പെട്ടവര്. അപ്പോ അവളുടെ അവസാനവും ആ അമ്പലത്തിൽ വെച്ച് തന്നെ ആവട്ടെ. എന്നുവെച്ചാ എന്താ അങ്കിൾ ഉദ്ദേശിക്കുന്നത്? ഞാനും നേരെ അമ്പലത്തിലേക്ക് പോവുക. ആ അമ്പലത്തിനുള്ളിൽ തന്നെയാ രണ്ടിന്റെ അവസാനം. ദൈവമായിട്ട് നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന അവസരമാണ്. അമ്പലത്തിൽ വെച്ച് എങ്ങനെ അവരെ അപകടപ്പെടുത്താൻ പോകുന്നത്? അത് എളുപ്പമാണോ? ഏറ്റവും വലിയ ശിവലിംഗ പ്രതിഷ്ഠയുള്ള അമ്പലമാണ്. അതിനകത്തൊക്കെ ഒരുപാട് കാഴ്ചകളുണ്ട്. അവിടെ എവിടെയെങ്കിലും ഒരു അവസരം ഉണ്ടാക്കും ജഗൻ. അറിയാലോ, അവൾക്ക് എന്തോ ഒരു ശക്തിയുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെയൊക്കെ ഒരു അനുഗ്രഹം അവളുടെ കൂടെ ഉണ്ട്. ഇത്തവണ ഒരു ദൈവത്തിനും അവളെ രക്ഷിക്കാൻ പറ്റില്ല. നീ ധൈര്യമായിട്ടിരിക്കുക. അവളുടെ കാര്യം ഞാൻ ഏറ്റു. അതിരിക്കട്ടെ, ശ്യാമയോടുള്ള അമൃതയുടെ പിണക്കം മാറിയോ? ഇല്ല, അവളുടെ വൈരാഗ്യം കൂടിക്കൊണ്ടിരിക്കുക. ശ്യാമ ചെങ്കൽ ക്ഷേത്രത്തിലേക്ക് പോവാനായിട്ട് യാത്ര പറയാൻ ചെന്നിരുന്നു. പക്ഷേ അമൃത മൈൻഡ് ചെയ്തില്ല. ഈരിയും ബാബെന്നൊക്കെ പറയില്ലേ, അതേ നിലയില ഇപ്പൊ രണ്ടുപേരും. അവരെ ഒരിക്കലും അടുക്കാൻ സമ്മതിക്കരുത്. അല്ല, ഇനിയിപ്പോ അതിനെക്കുറിച്ചൊന്നും നമ്മൾ നോക്കണ്ട. ശ്യാമയ്ക്ക് ഇനി ഒരു ദിവസത്തെ ആയുസ് കൂടിയേ ഉള്ളൂ. അവളും അവനും തീർന്നു കിട്ടിയ പിന്നെ അധികാരമൊക്കെ എന്റെ കയ്യിലാങ്കിള്. അങ്കിളിന് വാക്ക് തന്ന എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായിട്ട് പാലിക്കും. അത് മതി. എല്ലാം സാധിച്ചു കഴിയുമ്പോ വാക്ക് മാറരുത്. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. പിന്നെ കാര്യങ്ങള് എന്റെ കയ്യിൽ നിൽക്കില്ല. അങ്ങനൊന്നും കടന്ന് ചിന്തിക്കേണ്ട അങ്കിൾ. പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിരിക്കും, അതുറപ്പാ. പിന്നൊരു കാര്യം. എന്താ? എസ് ഐ ജയേഷിനെ കൂടെ കാര്യങ്ങൾ അറിയിക്കണ്ടേ? തൽക്കാലം വേണ്ട. ഒരത്യാവശ്യം വരുന്നെങ്കിൽ മാത്രം വിളിക്കാം. പുള്ളിക്കുന്നേതോ VIP ഡ്യൂട്ടി ഉണ്ട്. അതുകൊണ്ട് ശല്യപ്പെടുത്തണ്ട. ആ, അപ്പൊ അങ്കിള് താമസിക്കണ്ട. സന്തോഷമുള്ള വാർത്ത കേൾക്കാൻ ഞാൻ കാത്തിരിക്കും. ഓക്കെ.
പെട്ടെന്നൊരു സമാധാനം കിട്ടിയതുപോലെ, വിഷമങ്ങളൊക്കെ ഒഴിഞ്ഞു പോയതുപോലെ. അമൃതയെടുത്തി ദേഷ്യം കാണിച്ചപ്പോഴുണ്ടായ സങ്കടങ്ങളൊക്കെ തീർന്നതുപോലെ. ഈ ക്ഷേത്ര ദർശനം കഴിയുമ്പോൾ എല്ലാ തടസ്സങ്ങളും മാറുമെന്നല്ലേ തിരുമുൽപ്പാട് പറഞ്ഞത്? നമുക്ക് ആദ്യം തൊഴുത് അർച്ചനകളൊക്കെ നടത്താം. മോളെ ഇങ്ങ് വന്നേ. എന്താ അമ്മേ? ആദ്യമായിട്ട് ഈ അമ്പലത്തിൽ വരുന്നല്ലേ? അതെ അമ്മേ. ശിവപാർവതി പൂജ ചെയ്യാൻ വന്നതാണല്ലേ? തടസ്സങ്ങളെല്ലാം മാറ്റാൻ. അതെ. അല്ല, അമ്മ എവിടെന്നാ വരുന്നേ? ഞാൻ ഇവിടെ തന്നെയാ താമസിക്കുന്നത്. ഇവിടെ എന്ന് പറയുമ്പോ? അമ്പലത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കി ഇവിടെ തന്നെയാ. അപ്പോ എന്നും തൊഴാൻ പറ്റുമല്ലോ. അതൊരു ഭാഗ്യം തന്നെയാ. അതെ. അമ്മയുടെ പേരെന്താ? പാറൂന്നും വിളിക്കും, ശൈലജാന്നും വിളിക്കും. ഈ പൂജയ്ക്കൊക്കെ ഇവിടെ പൈസ അടയ്ക്കേണ്ടത് എവിടെയാ? ദേ ആ ഭാഗത്താ. ആ. മോള് ശിവപാർവതി പൂജയല്ലേ ചെയ്യുന്നേ? ഓ, അതെ. അതിന്റെ കൂടെ സംഗീത പൂജയും ചെയ്തൂടെ? എന്താ അമ്മേ? അല്ല, മോളുടെ ശബ്ദം കേട്ടപ്പോ ഒരു പാട്ടുകാരിയുടെ ശബ്ദം പോലെ തോന്നുന്നു. തോന്നിയതാവാം. പക്ഷേ ഉള്ളില് സംഗീതം ഉണ്ടെങ്കിൽ ഭഗവാന്റെ സന്നിധിയിൽ സംഗീതം ആലപിച്ചോളൂ. അമ്മയ്ക്കും കേൾക്കാലോ. മക്കള് ചെന്നോളൂ. എടോ, താൻ ഇവിടെ സംഗീതം ആലപിക്കുന്നു. അയ്യോ സാർ, അത് പറ്റില്ല. അത് വേണ്ട. പറ്റും, വേണം. നമ്മുടെ ഉള്ളിൽ ആ തോന്നൽ ഉണർത്തിവിടാൻ വേണ്ടിയാ ആ അമ്മ വന്നത്. ആ അമ്മ വെറുതെ അങ്ങ് പറഞ്ഞതായിരിക്കും. പക്ഷേ ഞാനത് കാര്യമായിട്ട് എടുത്തു കഴിഞ്ഞു. സാർ, ഞാൻ പാടുന്നുള്ള കാര്യം മറ്റാരും അറിയാതെ വെച്ചേക്കുവാ. താൻ ശിവപാർവതിമാർക്ക് വേണ്ടിയാ പാട്ട് പാടുന്നേ. അവർക്കറിയാം കാര്യങ്ങളൊക്കെ. അവര് നോക്കിക്കോളും. ദൈവമേ. കൃഷ്ണ തുളസിയുടെ പാട്ട് കൃഷ്ണ തുളസിയായിട്ട് തന്നെ താൻ പാടണം. സാർ, അതൊന്നും വേണ്ട. ആരെങ്കിലും കേട്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാം തീർന്നു. താൻ വാ. ഇവിടെ നമ്മൾ അറിയാവുന്നവരാരുമില്ല. ആരും കേൾക്കയില്ല. വാ. അമൃതേർത്തി സമ്മതിച്ചിരിക്കുന്നു. അമൃതേർത്തി സമ്മതിച്ചിരിക്കുന്നു. ഐശ്വര്യ, ഞാനൊന്ന് ഒറ്റയ്ക്കിരിക്കട്ടെ പ്ലീസ്. ഇനി ഏട്ടത്തിയെ ഒറ്റയ്ക്ക് വിടുന്ന പ്രശ്നമില്ല. ഏട്ടത്തിയുടെ മനസ്സ് വിഷമം കൊണ്ട് നിറഞ്ഞിരിക്കുക. ഞങ്ങളും കൂടെ കാണും. മോളെ, നീ വിഷമിക്കാതെ. ദേ ഞങ്ങളുണ്ട് മോളുടെ കൂടെ. ഐശ്വര്യ മോളുണ്ട്, ദേ അപ്പച്ചിയുണ്ട്, പിന്നെ ആ ജയന്തിയില്ലേ, അവളും ഉണ്ട്. ഞങ്ങളൊക്കെ ഉണ്ട്. അമൃതേടത്തിക്ക് ശ്യാമയോട് ആകെ ദേഷ്യാണെന്ന് മനസ്സിലായി. അല്ല, അതങ്ങനെ സംഭവിക്കൂ. കള്ളം ഒരുപാട് നാള് മൂടി വെക്കാൻ പറ്റില്ലല്ലോ. ഏട്ടത്തി, ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി ചോദിക്കാം. എന്താ ശ്യാമ അമൃതേടത്തിയോട് കാണിച്ചത്? കാര്യം പറ അമൃതേടത്തി. എന്തായാലും നമ്മളിപ്പോ ഒറ്റക്കെട്ട. ഇനി അമൃതേടത്തി പറ, ശ്യാമ അമൃതേടത്തിയോട് എന്താ ചെയ്തേ? എനിക്ക് ആരോടൊന്നും പറയാനില്ല. എല്ലാവരും കൂടി ചേർന്ന് എന്നെ പറ്റിക്കുക. മോളെ, ഞങ്ങൾ മോളെ പറ്റിച്ചിട്ടില്ല. കൂടെ നിൽക്കാനേ നോക്കിയിട്ടുള്ളൂ. ക്ഷേത്ര ദർശനം ഇങ്ങനെ അമ്പലത്തിൽ പോയി തൊഴുതുകൊണ്ട് ആർക്കെന്ത് പ്രയോജനം? മനുഷ്യനെ പറ്റിക്കാൻ. അമൃതേടത്തി പറയുന്നത് ശ്യാമയെ കുറിച്ചാണെന്ന് മനസ്സിലായി. കാര്യം എന്താണെന്ന് ചോദിക്കുന്നില്ല.
എന്തായാലും ഏടത്തി, ഏടത്തിയുടെ മനസ്സ് വേദനിപ്പിച്ച അവളോട് ഞാൻ പകരം ചോദിക്കും. എനിക്ക് വേണ്ടി ആരും ആരോട് പകരം ചോദിക്കണ്ട. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഉം. എന്നെ തോപ്പിക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. എനിക്കൊന്ന് ഒറ്റയ്ക്കിരിക്കണം. ഓക്കെ അമൃതേടത്തി, ഓക്കെ. അമൃതേടത്തി വിശ്രമിക്കുക. അപ്പച്ചി വന്നേ, അമൃതേടത്തി വിശ്രമിക്കട്ടെ. ഇറങ്ങി പോൻ. ചെങ്കൽ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് പോയിരിക്കുന്നു. പോയിട്ടിങ്ങ് വരട്ടെ. അപ്പച്ചി, ഞാനൊരു ശപഥം ചെയ്തില്ലേ, അവരെ തമ്മിൽ തെറ്റിക്കൊന്ന്. ആ ശപഥം ഫലിക്കുന്നത് കണ്ടോ? സമ്മതിച്ചിരിക്കുന്നു മോളെ, സമ്മതിച്ചിരിക്കുന്നു. ശ്യാമയുടെ പൂജയും ഭക്തിയൊക്കെ ഇനി അമൃത തീർത്തു കൊടുക്കും. അല്ല, അവിടെ ക്ഷേത്രത്തിൽ തന്നെ അതിന് സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നടക്ക്. അതെ, എന്റെ ഭാര്യയ്ക്ക് ദേവിയുടെ നടയിൽ ഒരു പാട്ട് പാടണം. അതിനെന്താ, നല്ല കാര്യമല്ലേ, ഒരു പുണ്യമായ പ്രവൃത്തിയല്ലേ അത്. ആ, താങ്ക് യു. വാ. നന്നായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. നന്നായി പാടി. എനിക്ക് ലോകം തന്നെ കീഴടക്കിയ സന്തോഷം തോന്നുക. ഇങ്ങനെ ആകാശങ്ങളിലൊക്കെ പറന്നു നടക്കുന്ന പോലെ. സാർ നിർബന്ധിച്ചോണ്ടാ ഞാൻ പാടിയത്. ഞാനല്ല, ആ അമ്മ കാരണം തനിക്ക് പാടാൻ പറ്റിയത്. അല്ല, ആ അമ്മ എവിടെ? ആ, അമ്പലത്തിൽ എന്തെങ്കിലും കാര്യത്തിന് പോയതായിരിക്കും. ആ, ആദ്യം നമുക്ക് എല്ലായിടത്തും തൊഴാം, പിന്നെ ശിവലിംഗത്തിനുള്ളിൽ കയറാം. വാമായി. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ തന്നെ കാണും. ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ സമ്മതിക്കരുത്. നമുക്ക് അങ്ങോട്ട് നോക്കാം.
സർ ദേ വാ. അമ്മേ, അമ്മ പറഞ്ഞ പോലെ ഞാൻ ക്ഷേത്രനടയിൽ പാടി. അമ്മേ ഞാൻ കണ്ടില്ലായിരുന്നല്ലോ. ഞാൻ പാട്ട് കേട്ടു. ആ കൈ ഇങ്ങോട്ട് നീട്ടു. എന്താ മോളെ, ഈ ചരട് കൈ കെട്ടാനാ. ചരടോ? എന്ത് ചരട്? ഇത് ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കും. ആപത്തുകളിൽ ഒരു രക്ഷ കിട്ടും. രണ്ടുപേരും കെട്ടിക്കോ. അല്ല അത് മോളെ, ആ കൈ ഒന്ന് നീട്ടിക്കേ, ഞാൻ കെട്ടിത്തരാം. മോനെ, മോനെ ആ കൈ ഒന്ന് നീട്ടിക്കേ. ഈ വേണ്ട. പ്ലീസ്. ഇത് ഇവിടുന്ന് പോകുന്നത് വരെ അഴിച്ചു മാറ്റരുത്. സർ, സർ, എന്താ? ആ അമ്മ എന്റെ കൈ തൊട്ടപ്പോഴേ പറയാൻ പറ്റാത്തൊരു ഫീലായിരുന്നു. ഈ ദേഹത്തൊരു തണുപ്പ് വന്ന പോലെ. എനിക്കെന്തോ അവരുടെ രീതികൾ അത്ര ഇഷ്ടപ്പെടുന്നില്ല. അന്ന് നിന്നെ പറ്റിച്ചില്ല ഒരു സന്യാസി. അതുപോലെ ആരോ ആണ് ഇവര്. ഏയ്, എനിക്കങ്ങനെയും തോന്നുന്നില്ല. അല്ലല്ല, എനിക്ക് ഒരു ഡൗട്ട് തോന്നുന്നുണ്ട് ചെറുതായിട്ട്. കാശിന് വേണ്ടി ചുറ്റിപ്പറ്റി നടക്കുന്ന ആരോ ആണെന്ന്. വൈകുന്നേരം നമ്മൾ മടങ്ങാൻ സമയമായിരിക്കും ഇവർ കാശും ചോദിച്ചു വരുന്നത്. താൻ ആ ചരടങ്ങ് മാറ്റിക്കേ. ഇവര് നമ്മളെ മണ്ടരാക്കിയതാ. സർ വേണ്ട, എന്തായാലും അമ്മ കെട്ടിത്തന്നതല്ലേ. എനിക്കെന്തോ അവരത്ര സ്ട്രെയിറ്റ് ആണെന്ന് തോന്നുന്നില്ല. സർ, ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുമെന്നൊക്കെ അല്ലായിരുന്നു പറഞ്ഞത്. ഇവിടെ ആരാ നമുക്ക് ശത്രുക്കൾ ഇരിക്കുന്നത്? താനും ആ കയ്യിലെ ചരടം കഴിച്ചു മാറ്റി. ഏയ്, അത് വേണ്ട സർ. ഇതെന്റെ കൈ കിടന്നോട്ടെ. ഇവിടുന്ന് പോവാൻ സമയത്ത് മാറ്റിക്കോളാം. വേണ്ടടോ, ഇതം കഴിച്ചു മാറ്റി. സർ, അന്ന് അമ്പലത്തിൽ സന്യാസി നിന്നെ പറ്റിച്ചതിന് ശേഷം ഇങ്ങനെയുള്ളവരെ എനിക്കങ്ങ് പിടിക്കാറില്ല. ഇവരിത് എവിടെ പോയി കിടക്കുക? ആ ശിവലിംഗത്തിന്റെ അടുത്തവരെത്തും മുമ്പ് നമുക്ക് അവിടെ ചെന്ന് കാത്തിരിക്കാം. രണ്ടിന്റെ അവസാനം അവിടെ വെച്ചായിരിക്കും. വാ. ഇത് എത്ര നേരം വെച്ചാ നമ്മൾ വെയിറ്റ് ചെയ്യാ? ഏതായാലും ഈ വഴിക്ക് അവർ വരാതിരിക്കില്ല. മായ ഇവിടെ നിൽക്കേ.